എന്താണ് അപസ്മാരം? തലച്ചോറിലേക്കുള്ള ന്യൂറോൺസ്, തലച്ചോറിലുള്ള നാഡീകോശങ്ങളിലേക്കുള്ള അനിയന്ത്രിതമായ വൈദ്യുത പ്രവാഹത്തിനെയാണ്, അത് കാരണം രോഗിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ അപസ്മാരം അഥവാ എപ്പിലെപ്സി എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അപസ്മാരം എന്ന് പറഞ്ഞാൽ രോഗി പെട്ടെന്ന് താഴെ വീഴുക, പെട്ടെന്ന് എടുത്തടിച്ച് പോലെ താഴെ വീഴുക, കൈകാലുകൾ വിറയ്ക്കുക, വെട്ടുക, നാക്ക് കടിക്കുക, മൂത്രം പോവുക. അപ്പോൾ ഇങ്ങനെ അതിനെയാണ് ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് എപ്പിലെപ്സി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് അനിയന്ത്രിതമായിട്ട് വൈദ്യുതപ്രവാഹം വരുന്ന സമയത്ത് രോഗിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ചിലപ്പോൾ ഫോക്കൽ എപ്പിലെപ്സി എന്നും പറയാറുണ്ട്. ഒരുപാട് തരങ്ങളിലുള്ള അപസ്മാരമാണ്. ഒരുപാട് മിഥ്യാധാരണകൾ അപസ്മാരത്തിനെ കുറിച്ചുണ്ട്. ഇതൊരു ബാധ കയറുന്നതാണ്, അല്ലെങ്കിൽ കയ്യിൽ താക്കോൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ അപസ്മാരത്തിനെ കുറിച്ചുള്ള അവബോധം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ടൈപ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. പണ്ടത്തെ പോലെയല്ല. ഒരുപാട് സേഫ് ആയിട്ടുള്ള മെഡിസിൻസ്, പ്രഗ്നൻസി അല്ലെങ്കിൽ അത് കഴിക്കുന്ന സമയത്ത് ഗർഭിണിയാവാനായിട്ട്, ലാക്ടേഷൻ, ഇതിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരുപാട് തരങ്ങൾ മെഡിസിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപസ്മാരത്തിൻ്റെ കാരണം കണ്ടെത്തുക. ആദ്യം ഒരു ന്യൂറോളജിസ്റ്റിനെ കാണുക, അതിൻ്റെ കാരണം കണ്ടെത്തുക. കുഞ്ഞു പ്രായത്തിലുള്ള അപസ്മാരം ജനിതകമായിട്ടുള്ള അപസ്മാരമാകാം. എന്നാൽ 30-40 വയസ്സിന് ശേഷം തുടങ്ങുന്ന അപസ്മാരം പല കാരണങ്ങൾ കാരണം, അതായത് ശരീരത്തിലെ ലവണങ്ങളുടെ അളവിലുള്ള വ്യത്യാസം തുടങ്ങി തലയ്ക്കകത്തൊരു ട്യൂമർ അല്ലെങ്കിൽ ഒരു കട്ടിയോ മുഴയോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അപസ്മാരം വരെ ആളുകൾക്ക് ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തുകയും എത്രയും പെട്ടെന്ന് അതിൻ്റെ ചികിത്സ എടുക്കുകയും ചെയ്യുക. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അതൊരു ബാധക മിഥ്യാധാരണയല്ല.